മുക്കാല് കഴിഞ്ഞ് കാണും. ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട് ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ആ ടേൺ ചെയ്ത് വരികയും അങ്ങ് മറിയുമായിരുന്നു. മറിഞ്ഞ് ഒരു 3-4 കാരണം മറിഞ്ഞ് ഒരു അപ്പോൾ ഇന്ന് ഒരു കൊക്കയിലേക്ക് ബസ് മറിഞ്ഞിട്ട് 3 പേരോളം മരണപ്പെട്ടിരിക്കുകയാണ്. KSRTC ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടാണ് മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ എന്താ പറയുക, കൊക്കയിലേക്ക് വീഴുന്നതിനേക്കാൾ മുമ്പ് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന്. അത് ഒരു യാത്രക്കാരി സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിലാണ് വണ്ടി മറയുന്നത്. 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. KSRTC എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ ഈ ബ്രേക്ക് നഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഫിറ്റ്നസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളുടെ ജീവൻ സുരക്ഷ മാർഗങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഹെൽമെറ്റ് വെക്കാത്തതിനും വണ്ടി ആൾട്ടർ ചെയ്തതിനൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ടോ? തെറ്റ് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ലാത്ത നിരത്തുകളിൽ ഓടിയിട്ട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എത്ര കാശ് കൊടുത്താലും ആ നഷ്ടം തീരില്ല. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പലവട്ടം ഈ KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എറണാകുളം KSRTC സ്റ്റാൻഡിൽ പോകണം. അതായത് ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ട് സമ്പൂർണ്ണമാണ്. അവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് പോയി നോക്കണം. ഒരു മിനിസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 3 പേരും ജീവിച്ചിരിക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവരവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റേതായിട്ടുള്ള ഒരു KSRTC ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3